എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഓണം ആഘോഷിക്കുന്നതോടൊപ്പം ഈ വർക്കൗട്ടുകളോടെ ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ സൈഡാവും. നമ്മൾ എന്നും എപ്പോഴും ആക്റ്റീവും പവർഫുള്ളായിരിക്കാനേ ഈ പവർഫുൾ എക്സസൈസുകളൂടെ ഫോളോ ചെയ്യുക. വളരെ സിമ്പിളുമാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വെയിറ്റും കുറയ്ക്കാം. അപ്പോൾ എങ്ങനെയാ ഈ പവർഫുൾ എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, അമല സ്വാഭാവികമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ യോഗയുടെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞാനേ ദേ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസാണ് നമ്മളുടെ ഹിപ്പിലെ, അതേപോലെ കാലിലെ, കയ്യിലെ ഫാറ്റ്, ആം ഫാറ്റ് അതൊക്കെ കുറയ്ക്കാനുള്ള എക്സസൈസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോഡി മൊത്തം വെയിറ്റ് കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഏത് എക്സസൈസ് ചെയ്യാനായിട്ട് മുമ്പ് വാമപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് ജമ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ എക്സസൈസ് വർക്കൗട്ട് തുടങ്ങാം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഏത് എക്സസൈസ് ആണെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഈ എക്സസൈസ് നമ്മളുടെ ഷോൾഡറിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ചിലരുടെ ബോഡി കണ്ടിട്ടില്ലേ, അപ്പർ ഷോൾഡറിലെ ആ ഭാഗത്ത് ഫാറ്റ് കൂടിയിട്ട് കൂന് വരുന്നത്, അതില്ലാതിരിക്കാനാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ എക്സസൈസുകളും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ലോങ് ആയി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കണ്ടിരിക്കാനുള്ള ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഇതുപോലുള്ള എക്സസൈസുകൾ ഓരോ സൈഡും 15 ടൈംസ് വീതം ചെയ്യുക, ടോട്ടൽ 30 ടൈംസ്. അതിനുശേഷം വീണ്ടും ജമ്പ് ചെയ്യുക, വീണ്ടും അടുത്ത എക്സസൈസിലേക്ക് കിടക്കുക. അപ്പോൾ കോമൺ ആയിട്ട് ഉള്ള എക്സസൈസുകൾ ഒരു 30 ടൈംസും ഓരോ സൈഡിലേക്കുള്ള എക്സസൈസുകൾ 15 ടൈംസ് വീതം, ടോട്ടൽ 30 ടൈംസും കൂടെ ചെയ്യുക. അത് സ്റ്റാർട്ടിങ് ചെയ്യുന്നവരാണെങ്കിൽ കൗണ്ട് സ്റ്റാർട്ടിങ് ഒരു 10 ടൈംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കൂട്ടി കൊണ്ടുവരാവുന്ന. കാൽ തുടകളിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് ഇത്. ജമ്പ് ചെയ്യുന്നത് നമ്മൾ 30 ടൈംസ് ആണ്. നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അതിനൊപ്പം നമ്മളൊരു മ്യൂസിക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ഇതേപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ലോസിന്, ഫുൾ ബോഡി വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ജമ്പ് ചെയ്ത് ഈ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായി ഒന്ന് ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ്. നന്നായി ശ്വാസം എടുത്ത് വിടുക. ഒരു 2-3 തവണ ചെയ്തതിന് ശേഷം വീണ്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൈ ഇതുപോലെ നന്നായി ഷേക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് 2 സ്റ്റെപ്പ് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു മ്യൂസിക് ഇട്ട് ചെയ്യുമ്പോണ്ടല്ലോ നല്ല കൂളായിരിക്കും. എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സസൈസുകൾ, ഈ വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സ്റ്റെപ്പ് ഓരോ കാലിലും. ഈ കൈയിൻ്റെ ആം ഫാറ്റ് കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി വീണ്ടും നമുക്ക് ജമ്പ് ചെയ്യാം. ജമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായി വേർക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫാറ്റുകളൊക്കെ നന്നായി അലിഞ്ഞു പോകാൻ ഒത്തിരി സഹായിക്കും. ഇനി നെക്സ്റ്റ് കാൽ തുടയിൽ അടിച്ചുകൊണ്ടുള്ള എക്സസൈസ്. ഇതും നമ്മളുടെ കാലിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി വർക്കൗട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കൈ നന്നായി മുകളിലേക്ക് നിവർത്തി പിടിച്ചുകൊണ്ട് ഫോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ കാലുകളും ഒപ്പം ഫോൾഡ് ചെയ്യുക. ഇത് ശരീരത്തിലെ മൊത്തം ഫാറ്റ് കുറയ്ക്കാൻ പറ്റിയ എക്സസൈസാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക, വയറ് ഇച്ചിരി ഉള്ളിലേക്ക് എക്കി പിടിക്കുന്നത് നല്ലതായിരിക്കും. എക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. വീണ്ടും ജമ്പ് ചെയ്യുക. ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഇടയ്ക്ക് നന്നായി ശ്വാസം എടുത്തൊന്ന് വിട്ടോളൂ കേട്ടോ. റെസ്റ്റ് വേണം തോന്നുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം കാലുകൾ നമ്മളെ ബട്ടക്സിൽ ടച്ച് ചെയ്യുന്ന ഇതേപോലെ വിധത്തിൽ നമുക്ക് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉപ്പൂറ്റുകൾ ബട്ടക്സിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ജമ്പ് ചെയ്യുക. പറ്റാത്തവർ, അതായത് സ്റ്റാർട്ടിങ് പറ്റുന്നില്ലെങ്കിൽ ചെയ്യ് അത് ശരിയായി വന്നോളും. നെക്സ്റ്റ് നമ്മൾ സ്ക്വാട്സിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒന്ന് വാക്ക് ചെയ്യുക. 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് 2 സ്റ്റെപ്പ് ചെയ്യുക. ഇതും നമുക്ക് ഒരു 30 ടൈംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ എക്സസൈസുകളും നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഈ വർക്കൗട്ടുകൾ ചെയ്യാം. എക്സസൈസുകൾ ചെയ്യേണ്ട ടൈം രാവിലെ 7 മണിക്കുള്ളിലാണ്. അതേപോലെ തന്നെ വൈകുന്നേരം 7
മണിക്കുള്ളിലും. അപ്പോൾ നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വൈകിട്ട് 7 മണിക്ക് മുമ്പായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറാണ് ഈ എക്സസൈസുകൾ, ഈ വർക്കൗട്ടുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അരമണിക്കൂറൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബോറടി ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ട്വിസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാലിൻ്റെ മുട്ടും കാലിൻ്റെ പാദവും ഉപ്പൂറ്റി ഒന്ന് അനങ്ങാത്ത വിധത്തിൽ ട്വിസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ ബോഡി ഷേപ്പ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് ഈ രണ്ട് മെത്തേഡിൽ ഞാൻ കാണിച്ചു തരുന്നത്. രണ്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ ഇതെല്ലാം ചേർത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നത് നന്നായി അനുഭവിച്ചറിയാം. അത്രയും എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ്. 2 നേരം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലേ നിങ്ങൾക്ക് വെയിറ്റ് കുറയും. ഒരു പക്ഷേ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഡെയിലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഞാൻ ഈ ഓരോ എക്സസൈസുകൾ 30 ടൈംസും ഒരു 60 ടൈംസ് ജമ്പിങ്ങും അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഏകദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാനുള്ള ക്ഷമ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഇടയ്ക്കൂടെ ഇതേപോലെ ജമ്പിങ് കൂടെ ചെയ്താലാണ് നമുക്ക് ആ മികച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയിൽ കൂടെ ജമ്പ് ചെയ്ത് കൊണ്ട് തന്നെ ഓരോ എക്സസൈസും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ എക്സസൈസ് ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് ജമ്പ് ചെയ്യുക, എന്നിട്ട് ആ ജമ്പ് ചെയ്യുന്നതിൻ്റെ എൻഡിങ്ങിൽ നമ്മളുടെ കാല് പൊന്തിച്ചു കൊടുക്കുക ഇരു സൈഡിലേക്കായിട്ട്. ഇതൊക്കെ നല്ല പവർഫുൾ എക്സസൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ജമ്പ് ചെയ്തുകൊണ്ട് കാല് പൊന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നുകൊണ്ട് കാല് പൊന്തിച്ചാലും മതി കേട്ടോ. അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവാണ് നമ്മളുടെ ബോഡിക്ക്. അതുകൊണ്ടാണ് ഞാൻ ജമ്പ് ചെയ്തുകൊണ്ട് കാണിച്ചു തന്നത്. അതങ്ങനെ ഒരു 2-3 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു ദിവസം ചെയ്യുമ്പോഴേ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ടൈമർ സെറ്റ് ചെയ്യണ്ട, നമ്മുടെ വീഡിയോ കാണണ്ട, സുഖമായിട്ട് ഈസി ആയിട്ട് നമ്മൾ ആ ടൈമിന് അങ്ങനെ തനിയെ ചെയ്തു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്യുക. മികച്ച റിസൾട്ട് നിങ്ങൾക്കും ലഭിക്കും. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഓണം ആഘോഷിക്കുന്നതോടൊപ്പം വർക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇല്ലെങ്കിൽ ഓണം ആഘോഷിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ സൈഡാവും. നമ്മൾ എന്നും ആക്റ്റീവും പവർഫുള്ളായി ഇരിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.